എല്ലാവർക്കും നമസ്കാരം. വിഷുവൊക്കെ അല്ലേ, ഞാൻ ചെറിയൊരു കഥ പറയുകയാണ് കേട്ടോ. കഥയെന്ന് പറയുമ്പം വെറുതെ ഉള്ളൊരു കഥയല്ല, ഇത് നടന്നൊരു കഥയാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ പ്രിയ സുഹൃത്തുക്കൾക്കൊക്കെ ബന്ധുക്കൾക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. അതുപോലെ കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ. വിഷുവൊക്കെ അല്ലേ. ഈ കഥയെന്ന് പറയുമ്പോൾ ഒരു നടന്ന കഥ തന്നെയാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സിമി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഞാൻ പറയുന്നത്. വിശ്വാസമുള്ളവർക്കൊക്കെ, അതായത് ഈശ്വര വിശ്വാസമുള്ളവർക്കൊക്കെ ഒരു പരിധിവരെ ഇത് ഒരു പക്ഷേ ഇഷ്ടപ്പെടുമായിരിക്കാം. ഈ സിമി എന്ന് പറയുന്ന ആ പെൺകുട്ടി ഒരു ഈശ്വര വിശ്വാസിയായിരുന്നു. ഒരു ദിവസം ഞാൻ ചെങ്ങന്നൂരോട്ട് എൻ്റെ വണ്ടി ഓടിച്ച് പോയ സമയത്ത് ആറന്മുള ക്ഷേത്രത്തിന് മുന്നിൽ, ആ വഞ്ചിയുടെ മുന്നിൽ നിന്ന് രണ്ട് പെൺകുട്ടികൾ എൻ്റെ വണ്ടിക്ക് പെട്ടെന്ന് ക്രോസ് ചെയ്ത് ചാടി. ഞാൻ പെട്ടെന്ന് വണ്ടി ചവിട്ടി നിർത്തി. ഞാനിങ്ങനെ പെൺകുട്ടികളെ ഒന്ന് ശ്രദ്ധിച്ചു. എന്തോ മക്കളെ ചെയ്തതെന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചു ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, എനിക്ക് പരിചയമുള്ളൊരു പെൺകുട്ടിയാണല്ലോ. പക്ഷേ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഇന്ന ആളാണെന്നുള്ളത് മനസ്സിലായില്ല. പരിചയമുള്ള പെൺകുട്ടിയാണല്ലോ എന്ന് വെച്ചാൽ ഞാൻ പിന്നൊന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങോട്ട് പോയി വിചാരിച്ചു, ചേട്ടാ ഈ പെൺകുട്ടിയെ നല്ല പരിചയമുണ്ടല്ലോ. പിന്നെയാണ് ഓർക്കുന്നത് എൻ്റെ വീടിനടുത്തുള്ളൊരു പെൺകുട്ടിയാണ്, ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. പേര് സിമിയെന്ന. ഞാൻ പെട്ടെന്ന് മൊബൈൽ എടുത്തിട്ട് സിമിയെ വിളിച്ചു. ഞാൻ വിളിച്ചു ചോദിച്ചു, മോളെ എവിടാ? എന്താ ഏട്ടാന്ന് ചോദിച്ചു. ഞാൻ എപ്പോഴും ചോദിച്ചു, അല്ല മോളെ എവിടാ എന്ന് ചോദിച്ചു പറഞ്ഞു. അപ്പം അത് ഒരു കള്ളം പറയാനെ കൊണ്ട് കള്ളം പറയുന്നില്ല. എന്താ ഏട്ടാ പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞു, റോഡിന് ക്രോസ് ചെയ്തൊക്കെ ചാടുന്ന സമയത്ത് വാഹനങ്ങൾ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ, അല്ലതിൻ്റെ അപകടങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അയ്യോ, ചേട്ടൻ്റെ വണ്ടിയുടെ മുന്നിലാണോ ഞങ്ങൾ ചാടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. ഞാൻ പറഞ്ഞു എന്ത് പറ്റിയ മോളെ? ചേട്ടാ അമ്പലത്തിൽ നിങ്ങോട്ട് ഇറങ്ങി വന്ന ആ തിരക്കിന് പെട്ടെന്ന് അങ്ങ് ചാടിയതാണ്. ഞാൻ വെച്ചാൽ അമ്പലത്തിൽ പോയായിരുന്നു. അമ്പലത്തിൽ പോയായിരുന്നു ചേട്ടാന്ന്. അങ്ങനെ പറഞ്ഞു. ഞാൻ ഫോൺ വെക്കാൻ നേരത്തിനോട് പറഞ്ഞു, ചേട്ടാ എന്നെ കണ്ടെന്നൊന്നും ആരോട് വിളിച്ചു, ഈ അമ്പലത്തിനോട് വെച്ച് കണ്ടെന്നൊന്നും ആരോടും പറഞ്ഞോളല്ലേ? ഞാൻ പറഞ്ഞില്ല, പറയത്തില്ല പറഞ്ഞു. ഞാൻ പിന്നെ അങ്ങ് പോയി. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേ ഒരു ദിവസം എൻ്റെ വീടിന് സമീപത്ത് വെച്ച് ഈ സിമിയെ കണ്ടു. കണ്ട സമയത്ത് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, അപ്പോൾ എൻ്റെ വണ്ടിയിൽ കയറി. അപ്പോൾ എന്നോട് ചോദിച്ചു, ചേട്ടാ കഴിഞ്ഞ ദിവസം ആറന്മുള പാർത്ഥസാരഥി